ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള എഗ് ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ എല്ലാവരും എഗ് ബജി ഉണ്ടാക്കാറുണ്ട് ഉള്ളിൽ ചമ്മന്തിയും അല്ലെങ്കിൽ പെപ്പറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി ഹെൽത്തി ആക്കിയിട്ട് എഗ് ബജി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഇത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എഗ് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 എഗ്ഗ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉണ്ണിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ആ ഒരു രീതിക്ക് നിങ്ങൾ പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് നമുക്കിത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് മൈദമാവ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും. ഇത് രണ്ടും ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഈ മാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ 1/4 ടീസ്പൂണും വേണ്ട, അതിലും കുറച്ച് കുറവായിട്ട് കായം പൊടിച്ചതും, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഞാനിവിടെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ മസാല ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലൂസായി പോകും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളെ ബാറ്റർ, നല്ല തിക്കായിട്ടിരിക്കണം. അങ്ങനെ എഗ്ഗ് കോട്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് അത് കവറായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ മാവ് ലൂസായി കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ പാർട്ടൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലായി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എഗ്ഗിന് ഒരു ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കടലയുടെ ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് കടല എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1/4 കപ്പ് കടല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേവാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും ഈ കടല വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചട്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ എഗ്ഗ് ഒന്ന് ബാറ്ററിൽ കോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എഗ്ഗ് കോട്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ വേണം നമ്മൾ ആ ബാറ്ററിൽ ആക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എഗ്ഗ് ഇടുമ്പോൾ അതിൻ്റെ യെല്ലോ പോർഷന് മുകളിലാക്കിയിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്നതിനെക്കാട്ടും മുൻപ് ആ ഭാഗത്ത് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് മാവിൻ്റെ കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും കൂടെ മാവ് കോട്ട് ചെയ്തിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ എഗ്ഗ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്ക് മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കടല ഇവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം സവാളയുടെ അളവ് അധികം കൂടേണ്ട ആവശ്യമില്ല. കൂടുതൽ താല്പര്യമുള്ളവർ വേണമെങ്കിൽ കൂടുതൽ ചേർത്തി കൊടുക്കാം. ഇപ്പോൾ കടലയെക്കാട്ടും കുറച്ച് കുറവായിട്ട് സവാള ഇതുപോലെ നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമ്മൾ സ്പൈസിനനുസരിച്ചിട്ട് കുറച്ച് പെപ്പറും, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ ഗരം മസാല, അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ലൈം ജ്യൂസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും അതുപോലെ ക്യാപ്സിക്കം എല്ലാ വെജിറ്റബിൾസും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുട്ടയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ മുട്ട എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ യെല്ലോ പോർഷൻ്റെ സെൻറ്ററിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ആ എഗ്ഗ് ഫുള്ളായിട്ട് 2 പീസ് സെപ്പറേറ്റ് ആവുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കരുത്. കുറച്ചിങ്ങനെ ഒന്ന് കണക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഈ കടലയുടെ ആ ഒരു മിക്സ് വെച്ച് കൊടുക്കാം. ഈ ഒരു മിക്സിന് പകരം നിങ്ങൾക്ക് ചിക്കൻ്റെ മസാല വേണമെങ്കിൽ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തി എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ കടല വെച്ചിട്ടൊന്നും അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക.
അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്